നമസ്കാരം. ഇന്ന് നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതിയെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് അഥവാ ELI സ്കീം. നിങ്ങളുടെ കയ്യിലുള്ള രേഖകളും പഠന റിപ്പോർട്ടുകളും ഒക്കെ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ, ഈ ELI സ്കീം ഇന്ത്യയിലെ തൊഴിൽ രംഗത്ത്, പ്രത്യേകിച്ച് യുവാക്കൾക്ക്, ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒന്നാണ്. ശരിയാണ്. കാരണം തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലോ. തീർച്ചയായും. പ്രത്യേകിച്ചും ഈ കൃഷിയിൽ നിന്നൊക്കെ മറ്റു മേഖലകളിലേക്ക് വരുന്ന ആളുകൾക്ക് നല്ല ജോലികൾ കിട്ടുക എന്നത് അതൊരു വെല്ലുവിളിയാണ്. അപ്പോ ഈ ELI അതിനൊരു പരിഹാരമാവുമോ? അതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പ്രധാനമായും നിർമ്മാണ മേഖല, മാനുഫാക്ചറിംഗ്, അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. അതാണൊരു പ്രധാന ലക്ഷ്യം. ഓക്കെ. അപ്പോ നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്കൊന്ന് കടന്നാലോ? ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന ലക്ഷ്യം നേരത്തെ പറഞ്ഞ പോലെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. എത്രത്തോളം? കണക്കുകൾ വല്ലതും? ഏകദേശം ഒരു 3.5 കോടി പുതിയ ജോലികൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ. അതാണ് ടാർഗറ്റ്. 3.5 കോടി. അത് വലിയൊരു സംഖ്യയാണല്ലോ. അതിനുള്ള പണം? അതിനായിട്ട് ഏകദേശം 99,446 കോടി രൂപ. അത്രയും തുകയാണ് സർക്കാർ ഇതിനായി നീക്കിവച്ചിരിക്കുന്നത്. ഏകദേശം 1,00,000 കോടി രൂപ. ഇതെങ്ങനെയാണ് തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും പ്രയോജനപ്പെടുന്നത്? അത് രസകരമാണ്. തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നവർക്ക് 1 മാസത്തെ ശമ്പളം സർക്കാർ കൊടുക്കും. ഓഹോ, എത്ര വരെ കിട്ടും? മാസം 15,000 രൂപ വരെ ശമ്പളമുള്ളവർക്ക് ആ ആദ്യ മാസത്തെ തുക കിട്ടും. അത് നല്ലൊരു സഹായം തന്നെ. ഇനി തൊഴിലുടമകൾക്കോ? അവർക്കാണ് പ്രധാന ഇൻസെന്റീവ്. കമ്പനികൾ അധികമായി പുതിയ ജീവനക്കാരെ നിയമിക്കുകയാണെങ്കിൽ ഓരോ പുതിയ ആൾക്കും മാസം 3,000 രൂപ വരെ ഇൻസെന്റീവ് കിട്ടും. ഇത് എത്ര കാലത്തേക്ക് കിട്ടും? സാധാരണഗതിയിൽ 2 വർഷത്തേക്ക്. പക്ഷെ നിർമ്മാണ മേഖലയിലുള്ള കമ്പനികൾക്ക് ഇത് 4 വർഷം വരെ കിട്ടാം. അപ്പൊ നിർമ്മാണ മേഖലയ്ക്ക് ഒരു പ്രത്യേക പരിഗണനയുണ്ട്. അതെ. പിന്നെ എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം കിട്ടില്ല. യോഗ്യത. മാസം 1,00,000 രൂപ വരെ ശമ്പളമുള്ള ജീവനക്കാർക്കാണ് ഇത് ബാധകമാവുക. പിന്നെ ഈ പുതിയ ജോലി 2025 ഓഗസ്റ്റ് 1-നും 2027 ജൂലൈ 31-നും ഇടയിൽ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ സാമ്പത്തിക നയത്തെ നമുക്ക് എങ്ങനെ കാണാം? ഇത് കമ്പനികളെ സഹായിക്കുന്ന ഒരു രീതിയാണല്ലേ? ശരിയാണ്. സാങ്കേതികമായി പറഞ്ഞാൽ ഇതൊരു സപ്ലൈ സൈഡ് നയമാണ്. സപ്ലൈ സൈഡ്. അതായത് ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി ഉൽപ്പാദകരെ, ഇവിടെ തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുക. ഡിമാൻഡ് കൂട്ടാനായിട്ട് ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പണം എത്തിക്കുന്ന ഡിമാൻഡ് സൈഡ് പോളിസിയിൽ നിന്ന് വ്യത്യസ്തമാണ്. മനസ്സിലായി. ഇത് കൂടുതൽ ഫോർമൽ ജോലികൾ ഉണ്ടാക്കാൻ സഹായിക്കുമോ? അതെ, അതാണ് മറ്റൊരു പ്രധാന ലക്ഷ്യം. ഈ ഔപചാരിക തൊഴിൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക. കൃത്യമായ ശമ്പളം, കരാർ, സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളൊക്കെയുള്ള ജോലികൾ. അനൗപചാരിക മേഖലയിൽ അതൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല. പണ്ടത്തെ, അതായത് കോവിഡ് സമയത്തെ ആത്മനിർഭർ ഭാരത് റോജ്ഗാർ യോജന ABRY, അതും ഏതാണ്ട് ഇതുപോലൊരു പദ്ധതിയായിരുന്നു. ശരി. അപ്പോ ഗുണങ്ങൾ നോക്കിയാല് ഈ ഔപചാരിക തൊഴിലു കൂടും, പുതിയ ജോലിക്കാർക്ക് നേരിട്ട് സഹായം കിട്ടും, കമ്പനികളുടെ ചെലവ് കുറയും, മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങൾക്കൊരു ഊർജം കിട്ടും. ഇതൊക്കെ പോസിറ്റീവായി കാണാമല്ലേ? തീർച്ചയായും. സാധ്യതകൾ അതൊക്കെയാണ്. പക്ഷേ എല്ലാ പദ്ധതികൾക്കുമുള്ളതുപോലെ ഇതിനും ചില ചോദ്യങ്ങളും ആശങ്കകളുമുണ്ട്. അതാണിനി അറിയേണ്ടത്. എന്തൊക്കെയാണ് ഈ കല്ലുകടികള്? നിങ്ങളുടെ പഠനങ്ങളിൽ എന്താണ് പറയുന്നത്? പ്രധാനമായും ഒരു 3 കാര്യങ്ങൾ. ഒന്ന്, വിൻഫോൾ ഗെയിൻസ്. വിൻഫോൾ ഗെയിൻസ് എന്നുവെച്ചാൽ ഈ പദ്ധതി ഇല്ലായിരുന്നെങ്കിലും എന്തായാലും പുതിയ ആളുകളെ എടുക്കാൻ പ്ലാനുള്ള കമ്പനികൾക്കും ഈ ഇൻസെന്റീവ് കിട്ടില്ലേ? അത് സർക്കാരിനൊരു അധിക ചെലവല്ലേ? അവർക്ക് കിട്ടുന്നത് ഒരു അപ്രതീക്ഷിത ലാഭം പോലെയാവും. ശരിയാണ്. രണ്ടാമത്തെ ആശങ്ക? അത് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഈ ഇൻസെന്റീവ് കിട്ടാൻ വേണ്ടി മാത്രം കമ്പനികൾ നിലവിലുള്ള, ചിലപ്പോൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ട് പുതിയവരെ കുറഞ്ഞ ശമ്പളത്തിൽ നിയമിക്കുമോ എന്ന ഭയം. ഓക്കെ, അതും ന്യായമായ സംശയമാണ്. മൂന്നാമത്തേതോ? മൂന്നാമത്തേത് ഇതിന്റെ ഒരു സുസ്ഥിരതയെക്കുറിച്ചാണ്. ഈ ഇൻസെന്റീവ് കൊടുക്കുന്ന 2 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ ഈ ജോലികൾ അപ്രത്യക്ഷമാകുമോ അതോ നിലനിൽക്കുമോ? അതൊരു പ്രധാന ചോദ്യം തന്നെ. പിന്നെ വലിയ തുക, ഏകദേശം 1,00,000 കോടി, അതിന്റെ സാമ്പത്തിക ഭാരം. അതെ, അതും ഒരു വലിയ ഘടകമാണ്. അതോടൊപ്പം ചില സംഘടനകളുടെ വിമർശനവുമുണ്ട്. നിങ്ങളുടെ രേഖകളിൽ സൂചിപ്പിക്കുന്നത് പോലെ CITU പോലുള്ളവർ പറയുന്നത് ഇത് പൊതുഖജനാവിലെ പണം കോർപ്പറേറ്റുകൾക്ക് നൽകാനുള്ള ഒരു തന്ത്രമാണെന്നാണ്.
ശരി, ആ വിമർശനം നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്നില്ല. അതെ. അപ്പോ ഇതൊക്കെയാണ് പ്രധാന ആശങ്കകൾ. അപ്പോ ഇതെല്ലാം കൂടി നോക്കുമ്പോ എന്താണ് പറയാൻ പറ്റുക? ഇതൊരു നല്ല നീക്കമാണോ? നോക്കൂ, ഉദ്ദേശം നല്ലതാണ്. തൊഴിലവസരങ്ങൾ കൂട്ടണം, പ്രത്യേകിച്ച് ഔപചാരിക മേഖലയിൽ. ഇതൊരു സപ്ലൈ സൈഡ് ശ്രമമാണ്. പക്ഷേ ഇതിന്റെ വിജയം പൂർണ്ണമായും ഇത് എങ്ങനെ നടപ്പാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. മേൽനോട്ടം പ്രധാനമാണെന്നാണോ? വളരെ പ്രധാനം. ഈ പറഞ്ഞ വിൻഫോൾ ഗെയിൻസ്, ഡിസ്പ്ലേസ്മെന്റ് പോലുള്ള ദുരുപയോഗങ്ങൾ തടയണം. ശരിക്കും പുതിയ അധിക തൊഴിലവസരങ്ങൾ തന്നെയാണോ ഉണ്ടാകുന്നത് എന്ന് ഉറപ്പുവരുത്തണം. അതിന് കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ വേണം. ഇതുകൊണ്ട് മാത്രം പ്രശ്നം തീരില്ല അല്ലേ? ഒരിക്കലുമില്ല. ഇതൊരു ഒറ്റമൂലിയല്ല. നിക്ഷേപം ആകർഷിക്കാൻ വേറെയും കാര്യങ്ങൾ ചെയ്യണം. തൊഴിലാളികളുടെ സ്കില്ല് കൂട്ടണം, അതായത് ഡിമാൻഡ് സൈഡിലും ശ്രദ്ധിക്കണം, തൊഴിൽ നിയമങ്ങൾ ലളിതമാക്കണം, അങ്ങനെ പലതും ഒരുമിച്ചു പോകണം. ശരി. അപ്പോ ELI പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഏകദേശം കാര്യങ്ങൾ സംസാരിച്ചു. ലക്ഷ്യം, രീതി, സാധ്യതകൾ, വെല്ലുവിളികളെല്ലാം. ഔപചാരിക തൊഴിൽ കൂട്ടാനുള്ളൊരു ഇൻസെന്റീവ് സ്കീം, അതായ ചുരുക്കത്തിൽ. അതെ. അവസാനിപ്പിക്കുന്നതിന് മുൻപ് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. തീർച്ചയായും. നമ്മളീ പറഞ്ഞ പ്രശ്നങ്ങളില്ലേ, വിൻഫോൾ ഗെയിൻസ്, ഡിസ്പ്ലേസ്മെന്റ്, ജോലികളുടെ സുസ്ഥിരത, ഇതൊക്കെ പരമാവധി ഒഴിവാക്കി ശരിക്കും പുതിയതും നിലനിൽക്കുന്നതുമായ നല്ല ജോലികൾ മാത്രം പ്രോത്സാഹിപ്പിക്കാൻ ഇതുപോലുള്ള ഇൻസെന്റീവ് സ്കീമുകൾ എങ്ങനെയാണ് കുറച്ചുകൂടി മികച്ച രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുക? നല്ല ചോദ്യം. പിന്നെ എത്ര ജോലികളുണ്ടായി എന്ന എണ്ണം മാത്രം നോക്കാതെ ഈ പദ്ധതി ശരിക്കും വിജയിച്ചോന്ന് പറയാൻ നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ അളവുകോലായി ഉപയോഗിക്കാം? ഗുണമേന്മ, ശമ്പളം, സുസ്ഥിരത, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്നതാണ്. ഇന്ത്യയിലെ വ്യാവസായിക സുരക്ഷ, അതും ഹൈദരാബാദിലെ ആ ഫാർമ യൂണിറ്റിൽ നടന്ന ആ ദാരുണമായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ. അതെ. അപ്പോ ഈ രേഖകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വ്യാവസായിക വളർച്ച, തൊഴിലാളികളുടെ സുരക്ഷ, ഇതൊക്കെ തമ്മിലുള്ള ഒരു സങ്കീർണ ബന്ധം കാണാൻ പറ്റുന്നുണ്ടല്ലേ? തീർച്ചയായും. ഹൈദരാബാദിലെ സംഭവം അതൊരു ഒറ്റപ്പെട്ട കാര്യമായിട്ട് കാണാൻ പറ്റില്ല. ഇന്ത്യയുടെ വ്യാവസായിക മേഖലയിൽ, പ്രത്യേകിച്ച് ഈ ഫാർമ പോലുള്ള കുറച്ച് അപകടസാധ്യത കൂടിയിടങ്ങളിൽ നിലനിൽക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. നമുക്ക് ഈ രേഖകൾ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് നോക്കാം. ശരി. അപ്പോ ആദ്യം തന്നെ ഹൈദരാബാദിലെ ആ സംഭവം എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ഈ രേഖകൾ കുറച്ച് വ്യക്തമാക്കുന്നുണ്ടല്ലോ. ഒരു ഫാർമ യൂണിറ്റ്, വലിയ സ്ഫോടനം, 36 പേരുടെ മരണം. മരിച്ചവരിൽ ഭൂരിഭാഗവും അന്യസംസ്ഥാന തൊഴിലാളികൾ, അതും ഉത്തരേന്ത്യൻ, കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ട കുടിയേറ്റ തൊഴിലാളികൾ. അതൊരു വല്ലാത്ത കാര്യമാണ്. ഉപകരണങ്ങളുടെ തകരാറ്, അറ്റകുറ്റപ്പണിയിലെ മോശം അവസ്ഥ, ഇതൊക്കെയാണ് കാരണമെന്നാണ് പ്രാഥമികമായി പറയുന്നതല്ലേ? അതെ. താപനില വല്ലാതെ കൂടി, അത് നിയന്ത്രിക്കാൻ പറ്റില്ല, അതാണ് സ്ഫോടനത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഇവിടെയാണ് ഈ വ്യാവസായിക ദുരന്തങ്ങൾ, അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വെറും അപകടങ്ങളല്ല, പലപ്പോഴും മനുഷ്യന്റെ പിഴവ് തന്നെയാണ് കാരണം. സാങ്കേതിക പ്രശ്നം, അശ്രദ്ധ, അല്ലെങ്കിൽ ഈ സുരക്ഷാ നിയമങ്ങളൊക്കെ ഒരു വിലയും കൊടുക്കാത്ത അവസ്ഥ. ശരിയാണ്. പിന്നെ ഈ പ്ലാന്റിലുണ്ടാക്കിയിരുന്ന മൈക്രോ ക്രിസ്റ്റലിൻ സെല്ലുലോസ്, MCC എന്ന് പറയും, അതിനെക്കുറിച്ചും ഈ രേഖയിലുണ്ട്. ഈ MCC എന്ന് പറയുന്നത് തനിയൊരു അപകടകാരിയല്ല, മരുന്നിലൊക്കെ ചേർക്കുന്ന ഒന്നാണ്. പക്ഷേ അതുണ്ടാക്കുന്ന പ്രോസസ്സിലാണ് അപകടം. ഈയിലെ സുരക്ഷാ വീഴ്ചകളാണ് ഇവിടെ പ്രശ്നമായത്. അപ്പോ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും തടയാനും സംവിധാനങ്ങളൊന്നുമില്ലേ? ഈ ഹാസോപ്പ് സ്റ്റഡി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ രേഖകളിൽ. ഉണ്ട്. ഹാസോപ്പ്, അതായത് ഹാസാർഡ് ആൻഡ് ഓപ്പറേബിലിറ്റി സ്റ്റഡി, അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് പരിഹരിക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് രീതിയാണ്. അതുപോലെ നിയമങ്ങളും. ഫാക്ടറീസ് ആക്ട് 1948 മുതൽ ഇപ്പോ ഈ പുതിയ OS കോഡ് 2020 വരെ വന്നിട്ടുണ്ട്. ശരിയാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ അപകടങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്? അതാണ് പ്രധാന ചോദ്യം. ഈ രേഖകൾ ശരിക്കും വിരൽ ചൂണ്ടുന്നത് ഈ നിയമവും പ്രയോഗവും തമ്മിലുള്ള ഒരു വിടവിലേക്കാണ്. ഒന്നാമത്തെ കാര്യം, നിയമം നടപ്പാക്കുന്നതിലെ ഒരു ഗുരുതരമായ വീഴ്ച. ഈ ഫാക്ടറി ഇൻസ്പെക്ടറേറ്റുകളില്ലേ, ഉണ്ട്. അവിടെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല, അല്ലെങ്കിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല. പരിശോധനകളൊക്കെ പേരിന് മാത്രം. ചിലപ്പോൾ അഴിമതിയും ഒരു ഘടകമാകാം. രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം,
പല കമ്പനികളിലും ഈ പറയുന്ന സേഫ്റ്റി കൾച്ചർ അല്ലെങ്കിൽ ഒരു സുരക്ഷാ സംസ്കാരം അത് തീരെയില്ല. അതായത് സുരക്ഷയെ ഒരു അധിക ചെലവായിട്ട് കാണുന്നൊരു രീതി. അപ്പോൾ പിന്നെ അറ്റകുറ്റപ്പണികളിലും തൊഴിലാളികൾക്കുള്ള പരിശീലനത്തിലുമൊക്കെ പണം ലാഭിക്കാൻ നോക്കും. സ്വാഭാവികമായും വിട്ടുവീഴ്ചകൾ വരും. അപ്പൊ ഈ സുരക്ഷാ സംസ്കാരം ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ദുരിതം അനുഭവിക്കുന്നത് ഈ കുടിയേറ്റ തൊഴിലാളികളായിരിക്കും അല്ലേ? ഈ രേഖകളിലും അത് പറയുന്നുണ്ട്. തീർച്ചയായും. ഏറ്റവും റിസ്ക് ഉള്ള ജോലികൾക്ക് അവരെയാണ് നിയോഗിക്കുന്നത്. അവർക്ക് ചിലപ്പോ ശരിയായ പരിശീലനം കാണില്ല, അല്ലെങ്കിൽ സുരക്ഷാ ഉപകരണങ്ങൾ കിട്ടണമെന്നില്ല. അതെ. അപകടമുണ്ടായാൽ തന്നെ വലിയ ഉദ്യോഗസ്ഥരൊക്കെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അങ്ങ് ഒഴിയുന്നൊരു പ്രവണതയും കാണുന്നുണ്ട്. ശരിയാണ്. ആ ഉത്തരവാദിത്വമില്ലായ്മ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപകടമുണ്ടായാൽ കുറച്ച് നഷ്ടപരിഹാരം കൊടുക്കും മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ രക്ഷപ്പെടും. കുറ്റക്കാർക്കെതിരെ കാര്യമായ നടപടികൾ പലപ്പോഴും ഉണ്ടാവുന്നില്ല. പിന്നെ ഈ കുടിയേറ്റ തൊഴിലാളികളുടെ കാര്യം പറഞ്ഞല്ലോ, അവരുടെ ഒരു ദുർബലാവസ്ഥയുണ്ട്. അവർക്ക് സംഘടിക്കാനോ അല്ലെങ്കിൽ തങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനോ ഉള്ള സാഹചര്യം പലപ്പോഴും കുറവായിരിക്കും. അപ്പോ നോക്കുമ്പോ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ആഗോള നിർമ്മാണ കേന്ദ്രമാകാൻ ശ്രമിക്കുമ്പോൾ ഈ അപകടങ്ങൾ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. തീർച്ചയായും. തൊഴിലാളിയുടെ ജീവന് വില കൊടുക്കാതെയുള്ളൊരു വളർച്ച അതല്ലല്ലോ വേണ്ടത്. അപ്പോ എന്താണ് പരിഹാരം? ഈ രേഖകളുടെ വെളിച്ചത്തിൽ എന്തൊക്കെ ചെയ്യാനാകും? ഈ വിശകലനം ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്, വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ. ഒന്നാമതായിട്ട് ഈ റെഗുലേറ്ററി മേൽനോട്ടം, അതായത് സർക്കാർ തലത്തിലുള്ള മേൽനോട്ടം, അത് ശക്തിപ്പെടുത്തണം. ഇൻസ്പെക്ടറേറ്റുകളുടെ കാര്യം പറഞ്ഞ പോലെ, അതെ, ഇൻസ്പെക്ടറേറ്റുകളെ ശക്തിപ്പെടുത്തുക, പുതിയ ടെക്നോളജി ഉപയോഗിക്കുക, പരിശോധനകൾ കർശനമാക്കുക, ഇതൊക്കെ വേണം. രണ്ടാമതായി ഈ സുരക്ഷയ്ക്ക് പ്രഥമസ്ഥാനമെന്നുള്ള ചിന്താഗതി, ആ ഒരു സംസ്കാരം, അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അതെങ്ങനെ? അത് കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ഭാഗമാവണം, കമ്പനിയുടെ ഭരണരീതിയുടെ തന്നെ ഭാഗമാവണം. സർക്കാരും വ്യവസായ സംഘടനകളും ഒരുമിച്ച് നിന്ന് ഇതിനുവേണ്ടി പ്രവർത്തിക്കണം. പിന്നെ ഉത്തരവാദിത്വം ഉറപ്പാക്കുന്ന കാര്യം, അനാസ്ഥ കാണിച്ചാൽ നഷ്ടപരിഹാരം മാത്രം മതിയോ? പോരാ, തീർച്ചയായും പോരാ. ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ നിയമ നടപടി വരണം. അതുപോലെ കുടിയേറ്റ തൊഴിലാളികൾക്ക് പ്രത്യേക പരിരക്ഷ. അതെ, അത് അത്യാവശ്യമാണ്. അവരുടെ പരിശീലനം, സുരക്ഷാ ഉപകരണങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കൽ, അവരുടെ സാമൂഹിക സുരക്ഷ, ഇതിലൊക്കെ ശ്രദ്ധിക്കണം. മൊത്തത്തിൽ പറഞ്ഞാൽ സുരക്ഷയെ ഒരു അധിക ചെലവായി കാണാതെ അതൊരു ഇൻവെസ്റ്റ്മെന്റാണ്, ഒരു മുതൽ മുടക്കാണ് എന്നൊരു മനോഭാവം വരണം. ശരി. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഹൈദരാബാദിലെ ആ ദുരന്തം അതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണരുത്. നിങ്ങളുടെ മുന്നിലുള്ള ഈ രേഖകൾ ശരിക്കും കാണിച്ചു തരുന്നത് ഇന്ത്യയിലെ വ്യാവസായിക സുരക്ഷാ രംഗത്ത് നിയമങ്ങളും അതുപോലെ നിലവിലുള്ള യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വലിയ വിടവാണ്. അതെ. പ്രത്യേകിച്ച് കുടിയേറ്റ തൊഴിലാളികളുടെ അവസ്ഥ, ഈ സുരക്ഷാ സംസ്കാരത്തിന്റെ കുറവ്, ഇതൊക്കെ വലിയ വെല്ലുവിളികളാണ്. ഒരു കാര്യം കൂടി ചേർത്ത് നിർത്താം. നമ്മൾ ആഗോളതലത്തിൽ ഒരു വലിയ നിർമ്മാണ ശക്തിയാകാൻ ഒരുങ്ങുകയാണല്ലോ. അപ്പോൾ ഈ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് സേഫ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ, അതായത് സുരക്ഷിതമായി ഇന്ത്യയിൽ നിർമ്മിച്ചത് എന്നുകൂടി ലോകത്തിനും നമ്മുടെ സ്വന്തം തൊഴിലാളികൾക്കും ഒരു ഉറപ്പ് നൽകാൻ നമുക്ക് കഴിയേണ്ടതല്ലേ? ശരിയാണ്. നിയമങ്ങൾക്കപ്പുറം ഈയൊരു സുരക്ഷാബോധം അതൊരു സംസ്കാരമായി നമ്മുടെ വ്യവസായങ്ങളിൽ എങ്ങനെ കൊണ്ടുവരാം, എന്തൊക്കെ പ്രായോഗികമായി ചെയ്യാം, ഇത് നിങ്ങൾക്കും തുടർന്ന് ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. അമേരിക്ക, ഇന്ത്യ, പാകിസ്ഥാൻ, ആ ഒരു ത്രികോണ രാഷ്ട്രീയത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ. അതെ. പിന്നെ ഇന്ത്യയുടെ നാവികശേഷി വർദ്ധിപ്പിക്കുന്ന 2 പുതിയ കപ്പലുകൾ, INS ഉദയഗിരിയും തമലും. അപ്പം നമുക്കിതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം അല്ലേ? തീർച്ചയായും. ആദ്യത്തെ വിഷയം തന്നെ എടുക്കാം. ഈ അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തിൽ എന്തോ ഒരു പുതിയ അടുപ്പം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. US പ്രസിഡന്റ് പാകിസ്ഥാൻ ആർമി ചീഫുമായി സംസാരിക്കുന്നു. പിന്നെ ആ F-16 വിമാനങ്ങളുടെ നവീകരണത്തിന് ഏതാണ്ട് $400 മില്യൺ സഹായം വീണ്ടും കൊടുക്കുന്നു. എന്താണിപ്പോൾ ഇതിനു പിന്നിൽ? എന്താണ് നിങ്ങളുടെ വിശകലനം പറയുന്നത്? ശരിയാണ്. ഇതൊരു ശ്രദ്ധേയമായ മാറ്റം തന്നെ. വിശകലനം സൂചിപ്പിക്കുന്നത് ഇതിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, പാകിസ്ഥാന്റെ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ലൊക്കേഷൻ, അതായത് അഫ്ഗാനിസ്ഥാനിലേക്കും ഇറാനിലേക്കുമൊക്കെയുള്ളൊരു വഴി, അത് അമേരിക്കയ്ക്ക് എപ്പോഴും പ്രധാനമാണ്. ഓക്കെ. പിന്നെ ചില കാര്യങ്ങളിൽ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ ഒരു സഹകരണം അവർക്ക് ആവശ്യമുണ്ടാവാം. അതുപോലെ പാകിസ്ഥാൻ പൂർണ്ണമായും ചൈനയുടെ പക്ഷത്തേക്ക്, അവരുടെ സ്വാധീന വലയത്തിലേക്ക് പോകുന്നത് തടയാനുള്ളൊരു ശ്രമം. ഇതിനെ നമ്മൾ റിയൽ പൊളിറ്റിക് എന്ന് പറയും. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകി രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ. ഈ റിയൽ പൊളിറ്റിക്ക് ഇന്ത്യക്കത്ര സുഖിക്കുന്നൊന്നാവില്ലല്ലോ.
കാരണം പണ്ട് അമേരിക്ക ഇന്ത്യയും പാകിസ്ഥാനെയും ഒരുമിച്ച് ചേർത്ത് ഹൈഫനേറ്റ് ചെയ്ത് കണ്ടിരുന്നൊരു രീതിയുണ്ടായിരുന്നു. അതിലേക്ക് തിരിച്ചു പോകുമോ എന്നൊരാശങ്ക സ്വാഭാവികമായും ഉണ്ടാവാം, അല്ലേ? തീർച്ചയായും വിശകലനം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന ആശങ്ക അതുതന്നെയാണ്. ഒന്ന്, ഭീകരവാദത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാനുമേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം കുറയാനിത് സഹായിച്ചേക്കാം. ശരി. 2, ഈ F-16 സഹായം പോലുള്ളവ പാകിസ്ഥാന്റെ സൈനിക ശേഷി കൂട്ടും. അത് ഇന്ത്യക്കൊരു വെല്ലുവിളിയാണ്. പിന്നെ ഏറ്റവും പ്രധാനം, ഇന്ത്യയെ ഒരു സ്വതന്ത്ര ശക്തിയായി കാണുന്നതിനു പകരം വീണ്ടും പാകിസ്ഥാനുമായി ചേർത്തു വായിക്കാൻ ഇത് ഇടയാക്കുമോ എന്നതാണ്. ഇന്ത്യ വർഷങ്ങളായി ശ്രമിച്ചു നേടിയെടുത്ത ഡീഹൈഫനേഷൻ എന്നതിന് ഇതൊരു തിരിച്ചടിയാണ്. ശരിയാണ്. അപ്പോ ഇന്ത്യയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഈ അടുത്ത കാലത്ത് നടന്ന പഹൽഗാം ആക്രമണത്തിനു ശേഷം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നല്ലോ. അതിനർത്ഥം ഇന്ത്യ പഴയ പോലെ തന്ത്രപരമായ സംയമനം പാലിക്കില്ല, ശക്തമായി തിരിച്ചടിക്കുമെന്നൊരു പുതിയ നോർമൽ നിലവിൽ വന്നു എന്നാണോ? അതെ, അത് ഇന്ത്യയുടെ മാറുന്ന സുരക്ഷാ സമീപനത്തെയാണ് കാണിക്കുന്നത്. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ അവരുടേതാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് തന്നെയാണ് വിശകലനങ്ങൾ പറയുന്നത്. അതായത് ആത്മനിർഭർ ഭാരത്. അതെ, ആത്മനിർഭർ ഭാരത് ശക്തിപ്പെടുത്തുക. പിന്നെ പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ അമേരിക്കയെ മാത്രം ആശ്രയിക്കാതെ റഷ്യ, ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ അങ്ങനെ പലരുമായും സഹകരണം ഉറപ്പിക്കുക. അതോടൊപ്പം ഇന്ത്യയുടെ റെഡ് ലൈൻസ്, അതായത് അതിരുകൾ ലംഘിച്ചാൽ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന ഒരു നയതന്ത്രം തുടരുക. ഇതൊക്കെയാണ് മുന്നോട്ടുള്ള വഴി. ഈ ആത്മനിർഭർ ഭാരത് എന്നതിലേക്ക് വരുമ്പോൾ നിങ്ങൾ പങ്കുവച്ച രണ്ടാമത്തെ സെറ്റ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നാവികസേനയുടെ കാര്യം. INS ഉദയഗിരി. ഇത് ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു സ്റ്റെൽത്ത് ഫ്രിഗേറ്റാണ്. എന്താണ് ഇതിന്റെ സവിശേഷത? വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണിത്. INS ഉദയഗിരി പ്രോജക്ട് 17A അല്ലെങ്കിൽ നീലഗിരി ക്ലാസിന്റെ ഭാഗമാണ്. മസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച് തുടങ്ങിയ നമ്മുടെ സ്വന്തം കപ്പൽശാലകളിലാണിത് നിർമ്മിച്ചത്. ഓക്കെ. ഇതിന്റെ പ്രധാന പ്രത്യേകത മെച്ചപ്പെട്ട സ്റ്റെൽത്ത് ഫീച്ചറുകളാണ്. അതായത് ശത്രു റഡാറുകളിൽ എളുപ്പം കണ്ടെത്താൻ കഴിയില്ല. ആധുനിക ആയുധങ്ങൾ, സെൻസറുകൾ, പിന്നെ ബ്ലൂ വാട്ടർ ശേഷി. ബ്ലൂ വാട്ടർ ശേഷി എന്ന് പറഞ്ഞാല്? അതായത് സ്വന്തം തീരത്തുനിന്ന് ഒരുപാട് ദൂരെ ആഴക്കടലിൽ പോയി ദീർഘകാലം പ്രവർത്തിക്കാനുള്ള കഴിവ്. ഇത് ഇന്ത്യയുടെ കപ്പൽ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലുമുള്ള വലിയൊരു വളർച്ചയാണ് കാണിക്കുന്നത്. ആത്മനിർഭർ ഭാരതിന്റെ ഒരു നാവികമുഖം എന്നു പറയാം. അതേസമയം തന്നെ INS തമൽ എന്ന മറ്റൊരു കപ്പലും കമ്മീഷൻ ചെയ്തു. ഇത് റഷ്യയിൽ നിർമ്മിച്ചതാണ്. റിപ്പോർട്ടിൽ പറയുന്നത് ഇത് വിദേശത്ത് നിർമ്മിച്ച അവസാനത്തെ പ്രധാന യുദ്ധക്കപ്പലായിരിക്കാം എന്നാണ്. അതെന്താണങ്ങനെ? അതെ, INS തമൽ തൽവാർ ക്ലാസിന്റെ പരിഷ്കരിച്ച രൂപമാണ്. പ്രോജക്ട് 1135.6 റഷ്യയിലെ യന്താർ ഷിപ്പ്യാർഡിലാണ് നിർമ്മിച്ചത്. ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ശക്തമായ ആയുധങ്ങളുണ്ട്. സ്റ്റെൽത്ത് ഫീച്ചറുകളുമുണ്ട്. ഇത് ഇന്ത്യ-റഷ്യ പ്രതിരോധ ബന്ധം തുടരുന്നു എന്നതിന്റെ സൂചനയാണ്. എന്നാൽ ഇതിനെ അവസാനത്തേത് എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു നയപരമായ മാറ്റത്തെയാണ് കാണിക്കുന്നത്. ഭാവിയിൽ ഉദയഗിരിയെപ്പോലെ പ്രധാന യുദ്ധക്കപ്പലുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ഊന്നൽ. അതാണ് ആത്മനിർഭർ ഭാരത് പ്രതിരോധത്തിൽ അർത്ഥമാക്കുന്നത്. അപ്പോ രണ്ടും ഇന്ത്യയുടെ നാവികശേഷി കൂട്ടുന്നു. പക്ഷെ ഒന്ന് തദ്ദേശീയ നിർമ്മാണത്തിന്റെ പ്രതീകമാകുമ്പോൾ മറ്റൊന്ന് ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തെയും പുതിയൊരു നയത്തിന്റെ തുടക്കത്തെയും സൂചിപ്പിക്കുന്നു, അല്ലേ? കൃത്യമായി. ഉദയഗിരി ഭാവിയെ പ്രതിനിധീകരിക്കുന്നു. തമലിന്റെ വരവ് ഒരു ഘട്ടം അവസാനിക്കുന്നതിനെയും ഇന്ത്യയുടെ സ്വന്തം കഴിവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിനെയും കാണിക്കുന്നു. രണ്ടും നാവികസേനയ്ക്ക് വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോൾ ഈ ചർച്ചയുടെ ഒരു ആകെത്തുകയായി എന്താണ് നമുക്ക് പറയാൻ കഴിയുക? ഒരു ഭാഗത്ത് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയം മാറുന്നു, അമേരിക്കൻ താൽപ്പര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇന്ത്യക്ക് കൂടുതൽ ജാഗ്രതയോടെ നീങ്ങേണ്ടി വരുന്നു. ശരിയാണ്. മറുഭാഗത്ത് സ്വന്തം സൈനിക ശേഷി, പ്രത്യേകിച്ച് നാവികശേഷി വർദ്ധിപ്പിച്ച് പ്രതിരോധത്തിൽ സ്വയം പര്യാപ്തത നേടാൻ ഇന്ത്യ കാര്യമായി ശ്രമിക്കുന്നു. അതെ, പ്രധാന കണ്ടെത്തലുകൾ അതാണ്. രാഷ്ട്രീയം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതിൽ ദേശീയ താൽപ്പര്യങ്ങൾക്കാണ് മുൻഗണന. അതാണ് റിയൽ പൊളിറ്റിക്. ഈ മാറ്റങ്ങളോട് ഇന്ത്യ നയതന്ത്രപരമായും സൈനികമായും പ്രതികരിക്കുന്നു. അതിൽ ആത്മനിർഭർ ഭാരത് എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല, പ്രതിരോധ നിർമ്മാണത്തിൽ അതൊരു യാഥാർത്ഥ്യമായി മാറുകയാണ്. ഇത് റഷ്യയെപ്പോലുള്ള ദീർഘകാല പങ്കാളികളുമായുള്ള ബന്ധത്തെ പോലും സ്വാധീനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പോ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാം.
പ്രതിരോധത്തിൽ ആത്മനിർഭർ ഭാരത് എന്ന നയം ഇന്ത്യ കൂടുതൽ ശക്തമാക്കുമ്പോൾ അത് അമേരിക്ക, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നിലവിലെ തന്ത്രപരമായ ബന്ധങ്ങളെ ഭാവിയിൽ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ആഗോള ശക്തികളെ ബാലൻസ് ചെയ്യാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഇത് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഇന്ത്യയിലെ, പ്രത്യേകിച്ച് ഡെക്കാൻ പീഠഭൂമിയിലെ ഭൂഗർഭജല പ്രതിസന്ധി ഇത് വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോ ഈ ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ പ്രശ്നം അവിടുത്തെ ഗ്രാമീണ ജീവിതത്തെയും പിന്നെ കൃഷിയെയും ഭരണ സംവിധാനങ്ങളെയും ഒക്കെ ബാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. തീർച്ചയായും. ഇത് വെറുമൊരു കണക്കെടുപ്പല്ല. ലക്ഷക്കണക്കിന് ആളുകളുടെ അവരുടെ കുടിവെള്ളം, പിന്നെ ഉപജീവനം, എന്തിന് ആ നാടിന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് ശരിക്കും ബാധിക്കുന്നുണ്ട്. അതെ. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നതെന്നും ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഈ റിപ്പോർട്ടുകളില് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ബംഗളൂരു പോലുള്ള വലിയ സിറ്റികളില്ലേ, അവിടേക്ക് പച്ചക്കറിയും പൂക്കളുമൊക്കെ എത്തിക്കാൻ വേണ്ടി നടത്തുന്ന കൃഷി, അതായത് ഒരുപാട് വെള്ളം ആവശ്യമുള്ള കൃഷി, തീവ്രമായ കൃഷിരീതികൾ. അതെ, അതാണത്രേ ഗ്രാമങ്ങളിലെ കിണറുകൾ വറ്റാനൊരു പ്രധാന കാരണം. ഇത് ഒരു വിരോധാഭാസം പോലെ തോന്നും. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. കാരണം ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു പ്രത്യേകതയുണ്ട് ഭൂമിശാസ്ത്രപരമായിട്ട്. ഈ ഹാർഡ് റോക്ക് അക്വിഫർ എന്നു പറയും. അതായത് കട്ടിയുള്ള പാറകളാണ് കൂടുതലും. അപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളം സംഭരിക്കാനുള്ള കഴിവ് അത് വളരെ കുറവാണവിടെ. ഓഹോ. ഈ പാറക്കറ്റുകൾക്കിടയിലൂടെ വെള്ളം താഴേക്ക് ഊർന്നിറങ്ങാൻ താമസം വരും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ വെള്ളം ഊറ്റുമ്പോൾ പ്രശ്നം കൂടും. പ്രശ്നം വളരെ പെട്ടെന്ന് വഷളാവും. ഇപ്പോൾ ഈ രേഖകളിൽ പറയുന്ന വേറൊരു കാര്യം, കർഷകർ കൂടുതൽ ആഴത്തിലുള്ള കുഴൽക്കിണറുകളെ, ബോർവെല്ലുകളെ ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. ഇതെങ്ങനെയാണ് ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്? അതാണ് ഇതിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. സാധാരണഗതിയിൽ മഴ പെയ്യുമ്പോൾ വെള്ളം പതിയെ മണ്ണിലൂടെ താഴേക്കിറങ്ങി നമ്മുടെ ഭൂഗർഭജലശേഖരം നിറയണം, റീചാർജ് ആകണം. പക്ഷേ ഈ ആഴത്തിലുള്ള കുഴൽക്കിണറുകൾ വരുമ്പോൾ അതൊരു എളുപ്പവഴി പോലെയായി. വെള്ളം മണ്ണിൽ തങ്ങി നിന്ന് റീചാർജ് ആകുന്നതിനു പകരം പാറകളിലുള്ള വിള്ളലുകളില്ലേ, അതിലൂടെ വളരെ പെട്ടെന്ന് താഴേക്കൊഴുകി പോകും. അപ്പോൾ ശരിക്കും റീചാർജ് നടക്കുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്. പഠനം നടത്തിയ ഒരു സ്ഥലത്തെ കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഏകദേശം 55% കുഴൽക്കിണറുകളും വറ്റിയെന്ന്. 55%? പകുതിയിലധികം. അതെ, അത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കണക്കാണ്. ഇതിന്റെ ഒരു ആഘാതം വലുതാണെന്ന് തോന്നുന്നു. കാരണം ഈ പഞ്ചായത്തുകൾക്കൊക്കെ കുടിവെള്ളം എത്തിക്കാൻ വീണ്ടും ലക്ഷങ്ങൾ മുടക്കേണ്ടി വരുന്നു. ശരിയാണ്. പുതിയ കിണറുകൾ കുഴിക്കാൻ, അതും കൂടുതൽ ആഴത്തിൽ. പിന്നെ ഈ കിണറുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാനുള്ള വൈദ്യുതി ബില്ല് അത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ വെച്ച പൈസ എടുത്തിട്ട് ഇതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നു. ചില സ്ഥലങ്ങളിൽ ഈ ടാങ്കർ ലോറികൾക്ക് പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് സ്കൂള് വരെ അടച്ചിടേണ്ടി വന്നു എന്നും ഇതിൽ പറയുന്നുണ്ടല്ലോ. അതെ, അങ്ങനത്തെ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ചില നയപരമായ കാര്യങ്ങളും ഇതിനെ കൂടുതൽ വഷളാക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഇപ്പോ ഉദാഹരണത്തിന് കൃഷിക്ക് കൊടുക്കുന്ന സൗജന്യ വൈദ്യുതി, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി, അതൊരു വിഷയമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വെള്ളം പമ്പ് ചെയ്യാൻ ചെലവില്ല. അതെ. അപ്പൊ വെള്ളത്തിന്റെ യഥാർത്ഥ വില അവരറിയുന്നില്ല. ശരിയാണ്. അതുകൊണ്ട് തന്നെ അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കാൻ ഒരു പ്രവണത വരും, ഊറ്റിയെടുക്കാൻ തോന്നും. അതെ. അതുപോലെ ഈ ജൽജീവൻ മിഷൻ പോലെയുള്ള പദ്ധതികൾ, എല്ലാ വീട്ടിലും പൈപ്പ് വഴി വെള്ളം എത്തിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. ലക്ഷ്യം നല്ലതാണ്. പക്ഷേ ആ പൈപ്പിൽ വരുന്ന വെള്ളം, അതിന്റെ ഉറവിടം, അത് സുസ്ഥിരമാണോ? ആ ഉറവിടം സംരക്ഷിക്കാൻ എന്ത് ചെയ്യുന്നു എന്നതിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നൊരു വിമർശനവും ഈ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം ഇന്ത്യയിലെ 60%-ലധികം കൃഷിയും പിന്നെ 85% ഗ്രാമീണ കുടിവെള്ള പദ്ധതികളും ആശ്രയിക്കുന്നത് ഈ ഭൂഗർഭജലത്തെയാണെന്ന് കണക്ക് കാണുമ്പോൾ, അതെ, ഈ പ്രതിസന്ധി ഡെക്കാൻ പീഠഭൂമിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്ന് വ്യക്തമാണല്ലോ. ഒരുപക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇത് ബാധകമായേക്കാം. തീർച്ചയായും. അല്ല, കർണാടകയിൽ നമ്മൾ കാണുന്ന ഈ അവസ്ഥയില്ലേ, ഇത് ശരിക്കും മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന അങ്ങനെ സമാനമായ ഭൂപ്രകൃതിയുള്ള പല സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി. അതായത് ഇതൊരു ചാക്രിക പ്രശ്നമായി മാറുകയാണ്. അതെ, ഒരു ദുഷിച്ച വലയം. കൂടുതൽ ആഴത്തിൽ കിണർ കുഴിക്കുക, കിട്ടുന്ന സൗജന്യ വൈദ്യുതി വെച്ച് വെള്ളം പമ്പ് ചെയ്യുക,
കൂടുതൽ വെള്ളം ആവശ്യമുള്ള വിളകൾ കൃഷി ചെയ്യുക. വീണ്ടും വെള്ളം തീരുന്നു, വീണ്ടും കുഴിക്കുന്നു. അതെ, ഇത് പരിസ്ഥിതിയെ നശിപ്പിക്കുന്നു, കർഷകരെ കടക്കിണിയിലാക്കുന്നു, പഞ്ചായത്തുകളെ സാമ്പത്തികമായി തളർത്തുന്നു. മൊത്തത്തിൽ ഒരു സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇതിനൊരു പരിഹാരം സാധ്യമല്ലേ? ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ എന്തെങ്കിലും വഴികൾ ഈ വിവരങ്ങളിൽ പറയുന്നുണ്ടോ? തീർച്ചയായും ഒരു സംയോജിത സമീപനം വേണം. ഒറ്റയടിക്ക് മാറില്ല. പക്ഷേ ഒരു 4 പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണത്? ഒന്നാമതായിട്ട് ജലത്തിന്റെ ആവശ്യം കുറയ്ക്കുക. അതായത് ഡിമാൻഡ് സൈഡ് മാനേജ്മെന്റ്. ഓക്കേ. തിന പോലെയുള്ള പണ്ടത്തെ നമ്മുടെ നാടൻ വിളകളില്ലേ, കുറഞ്ഞ വെള്ളം മതി, അങ്ങനെയുള്ളവ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ കാര്യക്ഷമമായ ജലസേചന രീതികൾ ഉപയോഗിക്കുക. വെള്ളം പാഴാക്കാതെ. അതെ. രണ്ടാമത്തേത് നയപരമായ മാറ്റങ്ങൾ. ഈ വൈദ്യുതി സബ്സിഡിയുടെ കാര്യമൊക്കെ ഒന്നുകൂടി ആലോചിക്കണം. ഒരുപക്ഷേ വെള്ളവും വൈദ്യുതിയും കുറച്ചുപയോഗിക്കുന്ന കർഷകർക്ക് എന്തെങ്കിലും പ്രോത്സാഹനം കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. നല്ല ആശയമാണ്. മൂന്നാമത്തേത് ജലസ്രോതസ്സുകളെ ശക്തിപ്പെടുത്തുക. പണ്ടുകാലത്തുണ്ടായിരുന്ന നമ്മുടെ കുളങ്ങളും തടാകങ്ങളുമൊക്കെയില്ലേ, അതൊക്കെ സംരക്ഷിച്ച് പുനരുജ്ജീവിക്കണം. അത് ഭൂഗർഭജലം റീചാർജ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും. നേരത്തെ പറഞ്ഞ റീചാർജ് പ്രശ്നത്തിന് ഇതൊരു വലിയ പരിഹാരമാവും. ശരിയാണ്. നാലാമത്തേത് പ്രാദേശിക പങ്കാളിത്തം. അതായത് ഗ്രാമപഞ്ചായത്തുകൾ. അവർക്ക് അവരുടെ സ്ഥലത്തുള്ള ജലസ്രോതസ്സുകൾ നോക്കി നടത്താനും സംരക്ഷിക്കാനും കൂടുതൽ അധികാരവും ഫണ്ടും കൊടുക്കണം. അവരെ ശാക്തീകരിക്കണം. അപ്പോ ഇതിൽ നിന്നുള്ളൊരു പ്രധാന സന്ദേശം, ഇനിയും കൂടുതൽ വെള്ളം കണ്ടുപിടിക്കാൻ ഓടുന്നതിനേക്കാൾ പ്രധാനം. അതെ, നിങ്ങളുടെ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ, അത് കുളമാവാം, കിണറാവാം, പുഴയാവാം, അത് സുസ്ഥിരമായി നിലനിർത്താൻ ഒരു വ്യക്തിയെന്ന നിലയിലും നമ്മുടെ ഒരു സമൂഹമെന്ന നിലയിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ വരുന്ന വെള്ളം, അതിന്റെ ഉറവിടം എവിടെയാണ്, അത് എത്രത്തോളം ദുർബലമാണ് എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട സമയമായില്ലേ? തീർച്ചയായും. ഈ ഒരു ചിന്ത ഒരുപക്ഷേ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണങ്ങൾക്ക് നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. ഇന്ത്യയിലെ ഭരണനിർവഹണത്തിലെ 2 പ്രധാന മേഖലകളിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. അതെ. നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ, ഒന്ന് രാജ്യത്തിന്റെ കായിക നയം, അതിന്റെ വളർച്ചാ ലക്ഷ്യങ്ങളൊക്കെ. പിന്നെ രണ്ടാമത്തേത് ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ പദ്ധതികളില്ലേ, ഉണ്ട്. അതില് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതും. ശരി. അപ്പൊ ആദ്യം നമുക്ക് ഈ സ്പോർട്സിലേക്ക് വരാം. 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടത്താൻ ഒരു ശ്രമം നടക്കുന്നുണ്ടല്ലോ. നടക്കുന്നുണ്ട്. വലിയ ചർച്ചയാണ്. അപ്പോ ആ ഒരു പശ്ചാത്തലത്തില് നമ്മുടെ കായിക നയം എങ്ങനെയാണിപ്പോ ഈ നിലയിലെത്തിയത്? എന്തൊക്കെയാണ് അതിലെ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ? അതൊന്ന് നോക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പോഷൻ ട്രാക്കർ, പിന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT. ഇതൊക്കെ ഉപയോഗിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ പദ്ധതികൾ എത്രത്തോളം കാര്യക്ഷമമാക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. തീർച്ചയായും. അപ്പോ ഈ 2 വിഷയങ്ങളിലും ഇന്ത്യയുടെ ഒരു യാത്ര, പദ്ധതികൾ, നേട്ടങ്ങൾ, വെല്ലുവിളികൾ, ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള വിവരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ശരി. ഓക്കെ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഇതിലേക്ക് കടക്കാം. ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തൊക്കെ ശരിക്കു പറഞ്ഞാൽ കായിക രംഗത്തിന് വലിയ പ്രാധാന്യം കിട്ടിയിരുന്നില്ല, അല്ലേ? ഇല്ല. കാരണം അന്ന് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ വേറെയായിരുന്നു. ദാരിദ്ര്യം, വിദ്യാഭ്യാസം, അങ്ങനെ അടിസ്ഥാന കാര്യങ്ങൾ. സ്വാഭാവികം. അപ്പോൾ സ്പോർട്സ് കുറച്ച് പിന്നോട്ട് പോയി. അതെ. എന്നാൽ 1982 ഡൽഹി ഏഷ്യൻ ഗെയിംസ് അതൊരു മാറ്റം കൊണ്ടുവന്നു. അതൊരു വലിയ ഇവന്റ് ആയിരുന്നല്ലോ. അതെ. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് 1984 ആദ്യത്തെ ദേശീയ കായിക നയം വരുന്നത്, NSP. ശരി. പിന്നെ 1986 സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് SAI വന്നു. ഇവിടെ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഭരണഘടനയിൽ സ്പോർട്സ് എന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, സംസ്ഥാനങ്ങളുടെ വിഷയമാണ്. ഓഹോ. അപ്പോ കേന്ദ്രത്തിന് നേരിട്ട് ഇടപെടാൻ പരിമിതികളുണ്ട്. തുടക്കത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഏകോപനത്തിനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ. അത് നയങ്ങൾ നടപ്പാക്കുന്നതിനെ ബാധിച്ചിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും. ഫണ്ട് വിതരണം, അടിസ്ഥാന സൗകര്യമൊരുക്കൽ, ഇതിലൊക്കെ ഒരു ഒരുമ കൊണ്ടുവരാൻ പ്രയാസമായിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി, അല്ലേ? പുതിയ പദ്ധതികളൊക്കെ വന്നു. ഇപ്പോ 2014 വന്ന ടോപ്സ്, അതായത് ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം. ടോപ്സ് അത് മികച്ച താരങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ? അതെ. അവർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള പരിശീലനം, സാമ്പത്തിക സഹായമൊക്കെ നൽകാൻ. പിന്നെ ഖേലോ ഇന്ത്യ, അതും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. വളരെ പ്രധാനം. 2017 വന്ന ഖേലോ ഇന്ത്യ സ്കൂൾ തലം മുതൽ കുട്ടികളെ കണ്ടെത്തുക, പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റുമുണ്ടല്ലോ 2019.
ഫിറ്റ് ഇന്ത്യ അത് കുറച്ചുകൂടി ഒരു ജനകീയ മുന്നേറ്റമാണ്. ആരോഗ്യം, കായികക്ഷമത ഇതിനൊക്കെ പ്രാധാന്യം നൽകാൻ. അപ്പോൾ ഈ പദ്ധതികളൊക്കെ കൊണ്ട് നേട്ടങ്ങളുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. താരങ്ങൾക്ക് ടോപ്സ് വഴി നല്ല സഹായം കിട്ടുന്നുണ്ട്. പക്ഷേ എന്താണ് വെല്ലുവിളികൾ? വെല്ലുവിളികൾ പലതാണ്. ഒന്ന്, ഈ നയങ്ങൾ നടപ്പാക്കുന്നതിലെ പ്രശ്നങ്ങൾ, താഴെത്തട്ടിലെത്തുന്നുണ്ടോ എന്നത്. പിന്നെ ഈ സ്പോർട്സ് ഫെഡറേഷനുകളിലെ ഭരണപരമായ കാര്യങ്ങൾ, സുതാര്യതയില്ലായ്മ, അതൊരു വലിയ പ്രശ്നമാണ്. ഇടയ്ക്കിടെ വാർത്തകളിലൊക്കെ വരാറുണ്ടല്ലോ. അതെ. പിന്നെ ഉത്തേജക മരുന്ന് ഉപയോഗം അത് കൂടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സമൂഹത്തിലൊരു കായിക സംസ്കാരം അതിപ്പോഴും വേണ്ടത്ര വളർന്നിട്ടില്ല. ശരിയാണ്. അപ്പോ ഈ 2036 ഒളിമ്പിക്സൊക്കെ ലക്ഷ്യം വെക്കുമ്പോൾ ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എങ്ങനെ മുന്നോട്ടു പോകും? അതൊരു വലിയ ചോദ്യമാണ്. വളരെ പ്രസക്തമായ ചോദ്യം. ആ അടിസ്ഥാനം ഉറപ്പിക്കണമല്ലേ? ഉറപ്പായും. ശരി. ഇനി നമുക്ക് മറ്റേ വിഷയത്തിലേക്ക് കടക്കാം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമ പദ്ധതികളിൽ ഈ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്നത്. ആ ഇവിടെ ലക്ഷ്യം കുറച്ചുകൂടി വ്യക്തമാണെന്ന് തോന്നുന്നു. കാര്യക്ഷമത, സുതാര്യത കൂട്ടുക. അതെ. ഇവിടെ ശരിക്കും കാര്യങ്ങൾ രസകരമാണ്. ഉദാഹരണത്തിന് പോഷൻ ട്രാക്കർ. പോഷൻ ട്രാക്കർ അതെന്താണ്? അത് രാജ്യത്തെ ഏകദേശം 14 ലക്ഷം അങ്കണവാടികളെ ബന്ധിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. 14 ലക്ഷം? അതെ. അതിലൂടെ ഏകദേശം 10 കോടി ഗുണഭോക്താക്കൾ, ഗർഭിണികള്, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ, ഇവരുടെ എല്ലാം വിവരങ്ങൾ ട്രാക്ക് ചെയ്യാം. പോഷകാഹാരത്തിന്റെ കാര്യമൊക്കെ നിരീക്ഷിക്കാം. വലിയൊരു ശൃംഖലയാണല്ലോ അത്. തീർച്ചയായും. അതുപോലെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന PMMVY. അതിൽ പണം നേരിട്ട് അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന പരിപാടിയുണ്ടല്ലോ, DBT. അതെ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഗർഭിണികൾക്ക് സാമ്പത്തിക സഹായം. ആദ്യത്തെ കുട്ടിക്ക് 5000 രൂപ. രണ്ടാമത്തെ കുട്ടി പെൺകുഞ്ഞാണെങ്കിലോ? അപ്പ 6000 രൂപ കിട്ടും. ഇത് നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. ഇടനിലക്കാരില്ല. അത് നല്ല കാര്യമാണ്. വേറെയും പോർട്ടലുകളുണ്ടല്ലോ, ഷീബോക്സ്. ഉണ്ട്. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമ പരാതികൾ ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഷീബോക്സ്. പിന്നെ ദത്തെടുക്കൽ നടപടികൾക്കായി ക്യാരിങ്സ് എന്നൊരു പോർട്ടലുമുണ്ട്. അപ്പോൾ എല്ലാം ഡിജിറ്റലാക്കുകയാണ്. ഒരു പരിധിവരെ. ഇതിന്റെയൊക്കെ ഫലമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടോ കണക്കുകളിൽ? ചില പോസിറ്റീവ് സൂചനകളുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ അനുസരിച്ച് ജനന സമയത്തെ ലിംഗാനുപാതം, അതായത് 1000 ആൺകുട്ടികൾക്ക് എത്ര പെൺകുട്ടികൾ എന്നത് മുൻപ് 918 ആയിരുന്നത് ഇപ്പൊ 930 ആയിട്ടുണ്ട്. അത് നല്ല പുരോഗതിയാണ്. അതുപോലെ മാതൃമരണ നിരക്ക്. ലക്ഷം പ്രസവത്തിൽ 130 അമ്മമാര് മരിച്ചിരുന്നത് 97 ആയി കുറഞ്ഞിട്ടുണ്ട്. അപ്പോ ഡിജിറ്റൽ സംവിധാനങ്ങൾ സഹായിക്കുന്നുണ്ട്. സുതാര്യത കൂടി, പണം വഴിമാറിപ്പോകുന്നത് കുറഞ്ഞു, മോണിറ്റർ ചെയ്യാൻ എളുപ്പമായി. ഇതൊക്കെ നേട്ടങ്ങളാണ്. പക്ഷേ എന്താണ് പ്രശ്നം? പ്രശ്നം ഈ ഡിജിറ്റൽ വിഭജനം, ഡിജിറ്റൽ ഡിവൈഡ്. എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉണ്ടോ? ഇന്റർനെറ്റ് കിട്ടുവോ? ശരിയാണ്. ഗ്രാമങ്ങളിലൊക്കെ ബുദ്ധിമുട്ടാവും, പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിലും മറ്റും. പിന്നെ ഡിജിറ്റൽ സാക്ഷരത, ഇതുപയോഗിക്കാൻ അറിയണ്ടേ? അതും ഒരു വിഷയമാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ വരാം, സെർവർ ഡൗൺ ആവാം. പിന്നെ ഈ ഡാറ്റയുടെ സുരക്ഷ, സ്വകാര്യത, അതും ആശങ്കകളാണ്. അപ്പൊ സാങ്കേതികവിദ്യ നല്ലതാണെങ്കിലും അതെല്ലാവരിലേക്കും എത്തണം, എല്ലാവരെയും ഉൾക്കൊള്ളണം. അതാണ് പ്രധാനം. ആരെയും പുറത്താക്കരുത്. അപ്പോ ഈ 2 വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തല്ലോ, കായികരംഗം, പിന്നെ ഈ ക്ഷേമ പദ്ധതികളിലെ ടെക്നോളജി. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് പൊതുവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്? രണ്ടിലും ഇന്ത്യയ്ക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്, നയങ്ങളുണ്ട്, സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല കാര്യം. ആ ലക്ഷ്യങ്ങൾ താഴെത്തട്ടിൽ പൂർണ്ണമായി എത്തുന്നുണ്ടോ എന്നുള്ളിടത്താണ് വെല്ലുവിളി. നടത്തിപ്പിലെ പ്രശ്നങ്ങൾ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന ചോദ്യം. ഇത് രണ്ടിലും ഒരുപോലെ കാണാം. ശരിയാണ്. ആ വിടവ് അല്ലേ, നയവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വിടവ്. അതെ. ആ വിടവ് നികത്താൻ എത്രത്തോളം സാധിക്കുമെന്നതിലാണ് കാര്യം. അത് ഒളിമ്പിക്സ് മെഡലിന്റെ കാര്യമായാലും ഒരു സാധാരണ സ്ത്രീക്ക് കിട്ടേണ്ട സഹായത്തിന്റെ കാര്യമായാലും ഏറ്റവും ആവശ്യമുള്ളവരിലേക്ക് അതെത്തുന്നുണ്ടോ എന്നുറപ്പാക്കണം. അതെ. അപ്പോൾ ഞാനൊരു അവസാന ചോദ്യം ചോദിക്കട്ടെ. ഈ ഡിജിറ്റൽ മുന്നേറ്റങ്ങളൊക്കെ നമ്മുടെ ഭരണ സംവിധാനത്തെ ശരിക്കും മെച്ചപ്പെടുത്തുകയാണോ? അതോ പണ്ടത്തെ പ്രശ്നങ്ങൾ തന്നെ പുതിയ രൂപത്തിൽ വരികയാണോ? നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഇത്
ആശയവിനിമയ സാങ്കേതികവിദ്യയുടെ ഒരു പ്രധാന ഭാഗം ഈ EPABX സിസ്റ്റംസിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അതെ, സ്ഥാപനങ്ങൾക്കുള്ളിലെ ഫോൺ വിളികൾ നിയന്ത്രിക്കുന്ന ഈ ഒരു ടെക്നോളജി അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പിന്നെ കാലക്രമേണ അതിന് എന്തു മാറ്റങ്ങൾ വന്നു എന്നൊക്കെ നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ഇതിലെ ടെക്നിക്കൽ കാര്യങ്ങൾ അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ അതിന്റെ പ്രധാന ആശയങ്ങളും മാറ്റങ്ങളും മനസ്സിലാക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ തുടങ്ങാം. എന്താണ് ഈ EPABX? അതായത് ഇലക്ട്രോണിക് പ്രൈവറ്റ് ഓട്ടോമാറ്റിക് ബ്രാഞ്ച് എക്സ്ചേഞ്ച്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു ഓഫീസിനുള്ളിലെ സ്വന്തം ടെലഫോൺ എക്സ്ചേഞ്ച്, അങ്ങനെയല്ലേ? അതെ, വളരെ ശരിയാണ്. ഒരു സ്ഥാപനത്തിലെ പല ഫോൺ ലൈനുകളുണ്ടാവല്ലോ, എക്സ്റ്റൻഷൻസ് എന്ന് പറയും. അവയെ തമ്മിൽ ബന്ധിപ്പിക്കുക. പിന്നെ പുറത്തുനിന്ന് വരുന്ന കോളുകൾ, അതായത് PSTN വഴി നമ്മുടെ സാധാരണ ലാൻഡ് ലൈൻ നെറ്റ്വർക്കിൽ നിന്ന് വരുന്നത്, അത് സ്വീകരിച്ച് വേണ്ട ആൾക്ക് ആ എക്സ്റ്റൻഷനിലേക്ക് കൊടുക്കുക. അതുപോലെ ജീവനക്കാർക്ക് പുറത്തേക്ക് വിളിക്കാനും ഒരു സൗകര്യം കൊടുക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന പണി. ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്, ആ സ്ഥാപനത്തിന് മാത്രം. ഓക്കെ. അപ്പൊ ഇത് കാലക്രമേണ ഒരുപാട് മാറി എന്ന് ലേഖനം പറയുന്നുണ്ട്. തുടക്കത്തില് എന്താ പറയാ, മെക്കാനിക്കൽ സ്വിച്ചുകളൊക്കെ ആയിരുന്നിരിക്കണം അല്ലേ? അവിടെ നിന്ന് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ലേഖനത്തിൽ പറയുന്നത് ഈ മാറ്റം അത്യാവശ്യം വേഗത്തിലായിരുന്നു എന്നാണ്. എന്തായിരുന്നു അതിന്റെ പിന്നിലെ കാരണം? തീർച്ചയായും തുടക്കത്തില് അതെ, ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ചുകളായിരുന്നു. ഭയങ്കര വലിപ്പമൊക്കെയുള്ള സിസ്റ്റംസ്. പിന്നെ ഇലക്ട്രോണിക്സിലും കമ്പ്യൂട്ടിങ്ങിലുമൊക്കെ വലിയ മുന്നേറ്റങ്ങളുണ്ടായി. അതാണ് ഇതിനെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റിയത്. ആ മാറ്റത്തിന് പിന്നിലെ പ്രധാന ടെക്നോളജികളാണ് PCM, അതായത് പൾസ് കോഡ് മോഡുലേഷൻ, പിന്നെ TDM, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. PCM, TDM ലേഖനത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. ഈ PCM എന്ന് വെച്ചാൽ നമ്മുടെ സംസാരം പോലെയുള്ള അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ രൂപത്തിലേക്ക് 0ഉം 1ഉം ഒക്കെ ആയിട്ട് മാറ്റുന്ന രീതിയാണല്ലോ. അപ്പം ശബ്ദത്തിന്റെ ക്വാളിറ്റി ഒന്നും പോവില്ല. അതെ, കൃത്യമാണ്. അനലോഗിൽ ചിലപ്പോൾ കുറച്ച് നോയ്സ് ഒക്കെ വരാം. ഡിജിറ്റൽ ആവുമ്പോൾ ആ പ്രശ്നമില്ല. പിന്നെ TDM അഥവാ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, അത് കുറച്ചുകൂടി രസകരമാണ്. ഒരൊറ്റ ലൈനിലൂടെ തന്നെ ഒരുപാട് കോളുകൾക്ക് ഒരേ സമയം പോകാൻ പറ്റും അല്ലേ? ഓരോന്നിനും ചെറിയൊരു ടൈം സ്ലോട്ട് കൊടുത്തിട്ട് ഒരു ട്രാഫിക് സിഗ്നൽ പോലെ. ഏകദേശം അതെ. ഒരു ഹൈവേയിൽ പല ലൈനുകൾ ഉള്ളതുപോലെ. പക്ഷെ ഇവിടെ ഒരൊറ്റ ലൈനേ ഉള്ളൂ. അതിൽ സമയം പങ്കിട്ടെടുത്ത് ഓരോ സിഗ്നലും കടത്തിവിടുന്നു. ഇത് രണ്ടും വന്നതോടെയാണ് ഡിജിറ്റൽ സ്വിച്ചിംഗ് കാര്യക്ഷമമായത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു മാറ്റം തന്നെയായിരുന്നു അത്. ശരിയാണ്. ഇന്നാണെങ്കിൽ നമ്മൾ കൂടുതലും കേൾക്കുന്നത് VoIP ആണല്ലോ, വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ലേഖനത്തിൽ പറയുന്നുണ്ട് ഇന്നത്തെ മിക്ക EPBX സിസ്റ്റംസും VoIP അടിസ്ഥാനമാക്കിയുള്ള IPPBXകളാണ് എന്ന്. ഇത് നമ്മുടെ വാട്സാപ്പ് കോൾ പോലെയാണോ? ഇന്റർനെറ്റ് വഴിയാണോ ഇത് വർക്ക് ചെയ്യുന്നത്? അതേ ആശയം തന്നെ. VoIPയിൽ ശബ്ദം നമ്മൾ സാധാരണ ടെലിഫോൺ ലൈനിലൂടെ അയക്കുന്നതിന് പകരം ഇന്റർനെറ്റ് വഴിയാണ് അയക്കുന്നത്. ശബ്ദത്തെ ചെറിയ ഡേറ്റ പാക്കറ്റുകളാക്കി മാറ്റും, എന്നിട്ട് ഒരു IP അഡ്രസ്സിൽ നിന്ന് മറ്റൊന്നിലേക്ക് അയക്കും. കമ്പ്യൂട്ടർ ഡേറ്റ പോലെ. അപ്പോൾ അതാണ് സംഭവം. അതെ. ഇതിന്റെ ഒരു പ്രധാന ഗുണമെന്താന്ന് വെച്ചാൽ, ലേഖനം പറയുന്ന പോലെ ഇത് പലപ്പോഴും ചിലവ് കുറഞ്ഞതാണ്. കാരണം വേറെ ടെലിഫോൺ ലൈൻ വലിക്കേണ്ട ആവശ്യമില്ല. നിലവിലുള്ള ഇന്റർനെറ്റ് കണക്ഷൻ മതിയാകും. കൂടുതൽ ഫീച്ചേഴ്സും കിട്ടും. ചെലവ് കുറയും, സൗകര്യങ്ങൾ കൂടും. പക്ഷേ ഇത് സെറ്റപ്പ് ചെയ്യാൻ അത്ര എളുപ്പമായിരിക്കില്ലല്ലോ. നിലവിലുള്ള നെറ്റ്വർക്കിൽ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരില്ലേ? ലേഖനത്തിൽ അതും സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു ശരിയായ പോയിന്റാണ്. VoIPയിലേക്ക് മാറുമ്പോൾ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ അതിന് തയ്യാറായിരിക്കണം. ബാൻഡ്വിഡ്ത്ത്, സെക്യൂരിറ്റി ഇതൊക്കെ ശ്രദ്ധിക്കണം. പക്ഷേ ദീർഘകാല അളവിൽ നോക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ കാരണം മിക്ക സ്ഥാപനങ്ങളും ഇപ്പോൾ ഈ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പഴയ മെക്കാനിക്കൽ സ്വിച്ചുകളിൽ നിന്ന് തുടങ്ങി PCM, TDM പോലുള്ള ഡിജിറ്റൽ ടെക്നോളജികളിലൂടെ കടന്നു ഇന്ന് ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കിയുള്ള VoIPയിൽ എത്തി നിൽക്കുന്നു ഈ EPABX സംവിധാനങ്ങൾ. സ്ഥാപനങ്ങൾക്കുള്ളിലെ ഈ ആശയവിനിമയം എത്രയോ കാര്യക്ഷമമാക്കാൻ ഈ ടെക്നോളജിയുടെ വളർച്ച സഹായിച്ചു എന്നത് വളരെ വ്യക്തമാണ്. തീർച്ചയായും. ഇത് പ്രധാനമായും ഒരു ടെക്നിക്കൽ വിഷയമാണ്. പക്ഷേ ഇതിന്റെ സ്വാധീനം വലുതാണ്. സ്ഥാപനങ്ങളുടെ പ്രവർത്തനക്ഷമത, ജീവനക്കാർ തമ്മിലുള്ള സഹകരണം, ഇതിലൊക്കെ ഈ സാങ്കേതികവിദ്യ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്.
ഇന്നത്തെ ഒരു ഡിജിറ്റൽ വർക്ക് സ്പേസിന്റെ ഒക്കെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാണിത്. ഈ വിവരങ്ങൾ EPABX സാങ്കേതിക വിദ്യയുടെ ഒരു യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ നൽകി എന്ന് കരുതുന്നു. പോകുന്നതിനു മുൻപ് നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ ഒരു കാര്യം വിട്ടേക്കാം. ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ AI ഒക്കെ വരുന്നു. ഭാവിയിൽ നമ്മുടെ ഓഫീസുകളിലെ സംഭാഷണങ്ങൾ എങ്ങനെയായിരിക്കും? ചിലപ്പോൾ ഭാഷയുടെ അതിർവരമ്പുകൾ പോലും ഇല്ലാതാവുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.